ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രവീൺ പ്രണവ് യൂട്യൂബ് ചാനലിനെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇതൊരു റിയാക്ഷൻ വീഡിയോ ഒന്നുമല്ല. ഇത് ആസ് എ സബ്സ്ക്രൈബർ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിലൂടെ പങ്കുവയ്ക്കുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് അവരുടെ ചാനൽ തുടങ്ങി അന്ന് മുതൽ അവരുടെ സബ്സ്ക്രൈബർ ഒന്നുമല്ല. ഞാൻ 3 വർഷമായിട്ടുള്ളൂ അവരുടെ സബ്സ്ക്രൈബറായിട്ട്. അതിൽ കണ്ടിന്യൂ ആയിട്ട് അവരുടെ വീഡിയോസ് കാണാൻ തുടങ്ങിയിട്ട് ഞാൻ ഏകദേശം 1.5 വർഷമായിട്ടേ ഉള്ളൂ. കാരണം ഞാനായിട്ട് ഇഷ്ടപ്പെട്ട് ഭയങ്കര ഇതായിട്ടിരുന്ന് അഡിക്ഷൻ പോലെ ഇരുന്ന്, കാരണം ചില ആൾക്കാർ പറയാറുണ്ട് ഞങ്ങൾ ആ വീഡിയോസിന് അഡിക്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ പറയും ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും, കാരണം ഭയങ്കര വൈബാണ്, പോസിറ്റീവ് വൈബാണ്. ശരിയാണ്, ഹേറ്റേഴ്സ് ഇല്ലാത്തൊരു യൂട്യൂബ് ചാനൽ. പക്ഷെ ഞാനിത് സ്ഥിരമായി കാണാൻ തുടങ്ങിയതിൻ്റെ കാരണം എന്ന് പറയുന്നത് എൻ്റെ അപ്പൂസൂട്ടനാണ്. കാരണം ഇവൻ ഈ പിള്ളേരെ രണ്ടുപേരെയും കാണുന്ന സമയത്ത്, പ്രത്യേകിച്ച് കൊച്ചുവിനെ കാണുന്ന സമയത്ത് ഇവൻ ആ പയ്യനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ പയ്യൻ്റെ തമാശ, ചിരി അവനൊന്നും മനസ്സിലാവത്തില്ലെങ്കിൽ പോലും ആ പയ്യൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ട് അവൻ്റെ ഡാൻസ് ഒക്കെ ഇങ്ങനെ നോക്കിയിരുന്ന് കോമഡി ഇതൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. പിന്നെ അവൻ കാണുന്നത് പെള്ളിമാണിയുടെയാണ്. ഈ 2 ചാനലാണ് ഇവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഫോൺ കൈ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവൻ അടുത്തിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് മാറ്റാൻ പറ്റത്തില്ല. കാരണം ഇവൻ കണ്ടത് തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അതാണ് ആശ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനും ഇത് പിന്തുടരുന്ന ഒരു വ്യക്തിയാണ് ഈ 1.5 വർഷക്കാലമായിട്ട്. അപ്പം എല്ലാ ആൾക്കാരെയും പോലെ എനിക്കും ആകാംക്ഷയുണ്ട്. കാരണം പേഴ്സണൽ ലൈഫിനെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലേക്ക് എടുത്ത് കാണിച്ചുകൊണ്ട് ഇത്തരത്തിൽ വീഡിയോസ് ചെയ്യുന്ന അവരുടെ ഫാമിലി വ്ളോഗാണ്, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആൻസർ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പലരും ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് ഞാൻ കമൻറ്റ് ഫുള്ളിരുന്ന് കുത്തിയിരുന്ന് വായിച്ചു നോക്കി. കുറച്ച് ദിവസമായിട്ട് തന്നെയാണ് എൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് എല്ലാവരും ചോദിക്കുന്നത്, ചില ആൾക്കാരൊക്കെ നേരെ പറയുന്നുണ്ട്, ചില ആൾക്കാരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ ലൈഫ് അറിഞ്ഞിട്ട് എന്തോ വേണമെന്ന്. ലൈഫ് അറിഞ്ഞിട്ട് എന്തോ വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കറക്റ്റ് ഒരു മറുപടി ഉണ്ട്. കാരണം അവരുടെ ലൈഫാണ് ഈ ആൾക്കാരിലേക്ക് കാണിക്കുന്നത്. എന്തിനു കാണിക്കണം? സ്വന്തം വീട്ടിൽ നടക്കുന്ന സന്തോഷവും സങ്കടങ്ങൾ, ഈ പറയുന്ന കണക്ക് മാരേജ് അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പ്രസവത്തിൻ്റെ സമയത്ത് ആദ്യം തൊട്ടേയുള്ള പ്രഗ്നൻസി വീഡിയോസ്, ഇതൊക്കെയാണ് ഈ ആൾക്കാർ ചെയ്യുന്നതെന്ന് പറയുന്നത്. ട്രെൻഡിങ് വീഡിയോസാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. ഇതെല്ലാം പേഴ്സണലായിട്ട് അവരുടെ കാര്യം മാത്രമായിട്ട് കാണിക്കുന്നതിലപ്പുറത്തേക്ക് ഈ പറയുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇടയിലേക്ക് അല്ലെങ്കിൽ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനൊരു ചാനൽ വഴി കാണിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഉത്തരം കൊടുക്കാൻ അവർ ബാധ്യസ്ഥരാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അത് എത്രത്തോളം ശരിയാണെന്നൊന്നും അറിയത്തില്ല. കാരണം അവർ പേഴ്സണൽ ലൈഫാണ് വെച്ചാണ് അവർ പൈസ ഉണ്ടാക്കുന്നത്. ആ പൈസ ഉണ്ടാക്കുന്നതിൽ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള നമ്മൾ ഓരോരുത്തർക്കും പങ്കുണ്ട്. അതായത് ഇവർക്ക് മാത്രമല്ല, ഒന്നുമല്ലാതിരിക്കുന്ന ഓരോ ആൾക്കാർക്കും പല ലക്ഷ്യങ്ങളിലൂടെ മുന്നോട്ട് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം, യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം വഴി മുന്നോട്ട് വരുന്ന ഒരുപാട് പേർക്ക് ജീവിതത്തിൽ എന്തൊക്കെയോ നേടാൻ കഴിയുന്നുണ്ട്. ചിലവരുടെ കടങ്ങൾ തീരുന്നുണ്ട്, ചിലവർക്ക് വീട് മേടിക്കാൻ പറ്റുന്നുണ്ട്, വസ്തു മേടിക്കാൻ കഴിയുന്നുണ്ട്, വാഹനങ്ങൾ മേടിക്കാൻ പറ്റുന്നുണ്ട്, അവരുടെ ജീവിതാവസ്ഥകളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ ഒട്ടനവധി ആൾക്കാരുടെ വീഡിയോസ് കാണുന്നുണ്ട്. ഇങ്ങനെ ഇവർക്ക് എന്തെങ്കിലും ആവാൻ കഴിയുന്നുണ്ടെങ്കിൽ, യൂട്യൂബിൽ ഒരു ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണക്കാർ ഞാനും കൂടിയാണ്. സ്വാഭാവികമായിട്ടും എൻ്റെ വീഡിയോസിന്, എനിക്കൊരു ചാനലുണ്ട്, അപ്പം എൻ്റെ ചാനലിന് ഈ പറയുന്ന എന്തെങ്കിലും പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണക്കാർ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ പറയുന്ന സജഷൻസ് ഓരോരുത്തരും കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. അവർ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് വശത്തിലേക്ക് ആക്കിയെടുക്കാനുള്ള ചുമതല അല്ലെങ്കിൽ ഒരു ബാധ്യസ്ഥത ആ ചാനൽ കൊണ്ടുപോകുന്ന ആളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ഉത്തരവാദിത്തമുണ്ട് സ്വാഭാവികമായിട്ടും. അപ്പം പേഴ്സണൽ ലൈഫിനെ ഇങ്ങനെ എടുത്ത് ഒളിപ്പിച്ച് വെക്കുന്നതിന് പകരം അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിനെ ഇങ്ങനെ എടുത്ത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ എത്രയോ പേരുടെ കാണുന്നുണ്ട്. ചില ആൾക്കാർ റീച്ചിന് വേണ്ടി കുടുംബകലഹങ്ങൾ എടുത്ത് വെളിയിൽ ഇടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇവരങ്ങനല്ല. സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ മാത്രം പൊയ്ക്കൊണ്ടിരിക്കുന്ന പോസിറ്റീവ് വൈബാണ് ഇവരുടെ ഈ വീഡിയോസ് കാണുന്ന സമയത്ത്. അച്ഛൻ, അമ്മ, കൊച്ചു, ഈ പറയുന്ന പ്രവീൺ, മൃദുല ഈ ഇടയ്ക്കാണ് നമുക്കറിയാവുന്നത്, കുറച്ച് നാളായിട്ടുള്ളൂ. അതിന് മുന്നുള്ള വീഡിയോസ് ആയാലും ഏറ്റവും നല്ല രീതിക്ക് എല്ലാ ആൾക്കാരും കണ്ട ഉടനെ അല്ലെങ്കിൽ കാത്തിരിക്കുന്ന വീഡിയോസാണ്. അപ്പോൾ അതിനിടയിൽ നമുക്കറിയാവുന്ന കാര്യമാണ്, അവർ ഈ പറയുന്ന കല്യാണം കഴിഞ്ഞിട്ടുള്ള ഹണിമൂൺ ട്രിപ്പിന് പോലും ഫാമിലിയായിട്ട് ഒന്നിച്ചു പോയ ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര ആവേശത്തോടെ പറഞ്ഞു. കാരണം മൃദുല എന്ത് നല്ല പോസിറ്റീവ് സ്വഭാവമുള്ള പെൺകുട്ടിയാണ്, കാരണം ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇന്നത്തെ കാലത്ത് അധികം പെൺകുട്ടികൾ തയ്യാറാവത്തില്ല. കാരണം അവരെ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുള്ള നിമിഷങ്ങളെന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും സ്വകാര്യ മുഹൂർത്തങ്ങളായിട്ടൊക്കെയാണ് അവർ കാണുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഈ കുടുംബത്തിനോടൊപ്പം തന്നെ ചെലവഴിക്കാൻ അവൾ കാണിച്ച മനസ്സൊക്കെ ഭയങ്കരമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അതേ ആൾക്കാർ ഇപ്പം മൃദുലനെ വന്നിട്ട് തെറി പറയുന്നുണ്ട്, മീൻസ് നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. അവൾ വന്ന് കയറിയിട്ടാണ്, അല്ലെന്നുണ്ടെങ്കിൽ അവരാണ് എന്തോ കാര്യം മാറിപ്പോയതിന് കാരണം, ഇങ്ങനെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. ഇത് നമ്മൾ ചുമ്മാതെടുത്തിട്ട് സംസാരിക്കുന്നതല്ല. സ്വാഭാവികമായിട്ടും ഇവരെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഈ യൂട്യൂബിൽ മാത്രമല്ല ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കൊച്ചു ഇവരുടെ ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും എല്ലാം ഓൾറെഡി എല്ലാ ആൾക്കാരും സ്ഥിരമായിട്ട് കാണുന്നുണ്ട്, അവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ തന്നെ ഇട്ട് കൊടുക്കുകയാണ് അവരുടെ ഇടയിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. അത് ആരും ഉണ്ടാക്കിയെടുത്തതോ ഒന്നുമല്ല. ഈ ഞാൻ പറഞ്ഞത് ഹണിമൂൺ ട്രിപ്പിന് പോലും കുടുംബത്തിനോടൊപ്പം അല്ലെങ്കിൽ ആ കുടുംബത്തെ അല്ലെങ്കിൽ അവർക്ക് അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ സഹോദരനും ചിന്തിക്കാൻ പറ്റുന്നതാണ്. അവരുടെ പേഴ്സണൽ ലൈഫാണ്. അങ്ങനെ ചിന്തിക്കാൻ
ചിന്തിക്കാൻ പറ്റുമായിരുന്നല്ലേ. ഇന്ന് ഇങ്ങനെ മാറി നിൽക്കുന്നവരാണെങ്കിൽ അന്ന് അങ്ങനെ ചിന്തിക്കേണ്ടിയിരുന്നു. അവരെ ഒറ്റയ്ക്ക് വിടുന്നതാണ് നല്ലത്. അവർ പോയിട്ട് വന്നിട്ട് പിന്നെ നമുക്ക് വേറെ എവിടെയെങ്കിലും കറങ്ങാൻ പോകാം. അങ്ങനെയല്ലല്ലോ അവർ ചിന്തിച്ചത്. ഒന്നിച്ച് പോയി വരികയല്ലേ ചെയ്ത. അപ്പോൾ ആ ഒരു പെൺകുട്ടി ആദ്യമായിട്ട് അമ്മയാകുന്ന ആ ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ആ പ്രഗ്നൻസി പീരീഡ് അവർ എത്ര നല്ല രീതിക്ക് എല്ലാ ടൂറും പോയി അടിച്ചു പൊളിച്ച് അത്രയും ഇതായിട്ടല്ലേ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിലും അവളോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് ഒരു ഇതുമില്ല. പലതരത്തിലുള്ള ആചാരങ്ങൾ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കറിയാവുന്നതാണ് പണ്ടുള്ളത്തെ കാലത്ത് പ്രസവിച്ച് വരുന്ന പെൺകുട്ടിയുടെ വീട്ടിൽ അല്ലെങ്കിൽ ആ റൂമിലൊന്നും ആരും കയറ്റില്ല. അതായത് പ്രത്യേകിച്ച് പുരുഷന്മാരെ കയറ്റില്ല, ഹസ്ബൻഡിനെ ഒന്നും കയറ്റില്ല. ഇന്ന് അതൊന്നും അല്ല അവസ്ഥ എന്ന് പറയുന്നത്. ഇന്ന് അവർ അവിടെ തന്നെ ആയിരിക്കും. സ്വാഭാവികമായിട്ട് 28 കെട്ടുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും. അതിലൊന്നും ആരും ചോദ്യം ചെയ്യാൻ പോകില്ല. കാരണം കാലം ഒരുപാട് പുരോഗമിച്ചു. കുറേ ആൾക്കാരില്ല കാഴ്ചപ്പാടുകളിൽ മാറ്റം വന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, അവർക്കിടയിൽ ഒന്നും സംഭവിച്ചില്ല എന്നുള്ള രീതിക്കും പറയാൻ പറ്റും. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. ഞാൻ നോക്കിക്കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം പ്രവീൺ, മൃദുല അവർക്കൊരു കുഞ്ഞായി. അപ്പോൾ അവരൊരു കുടുംബത്തിലേക്ക് പോവുകയാണ്, അച്ഛൻ എന്നുള്ളൊരു സ്ഥാനത്തേക്ക് പോവുകയാണ്. ഇനി കൊച്ചു ആ ഒരു സ്ഥാനത്തേക്ക്, അതായത് കല്യാണം അങ്ങനെ ഒരു സംഭവത്തിലേക്ക് പോകുമ്പോൾ കൊച്ചൂരൊരു ഫാമിലി ആവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴെങ്കിലും സ്റ്റാർട്ട് ചെയ്തത് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് അല്ലാതെ തന്നെ ഒരു ക്ലിക്കാവും. പക്ഷേ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി അവിടെ ഒരു പ്രശ്നമില്ലെന്ന് ഞാൻ സ്വന്തമായിട്ട്, കാരണം എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്, ആ ഫാമിലി ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന അങ്ങനെയാണ്, ഞാൻ സ്വയം പറയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് അവൻ ഈ പറയുന്ന കണക്ക് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു. കാരണം ഇനി അവൻ്റെ ഒരു കല്യാണം കാണും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട്, കാരണം എപ്പോഴും ഒരാളുടെ അക്കൗണ്ടിലായിരിക്കും പൈസ വരുന്നതെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട്. അപ്പോൾ എപ്പോഴും കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് പോയി ചോദിക്കണമല്ലോ. അപ്പോൾ അത് മാത്രമല്ല, ഇവരിപ്പോൾ രണ്ടെടുത്താണ് നിൽക്കുന്നതെന്ന് പറഞ്ഞത്. അതിന് വേണമെങ്കിൽ നമുക്ക് റീസൺ ഉണ്ടാക്കാൻ പറ്റും. നേരെ ചിന്തിക്കുവാണെങ്കിൽ, ഒരു പോസിറ്റീവ് വൈബിലൂടെ ചിന്തിക്കുവാണെങ്കിൽ പറ്റും. കാരണം മൃദുല എന്ന് പറയുമ്പം അവിടെ ആ വീട്ടിൽ ഒരാണായിട്ടുള്ള അച്ഛനല്ലാതെ മക്കളില്ല, സ്വാഭാവികമായിട്ടും ഒരു മകനില്ല. അപ്പോൾ ആ മകൻ്റെ സ്ഥാനത്താണ് ഇപ്പം പ്രവീൺ നിൽക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആ സ്ഥാനത്ത് മരുമകനുള്ള സ്ഥാനം മാറിയിട്ട് മകൻ്റെ സ്ഥാനത്ത് ചിലപ്പോൾ ആ വീട്ടുകാർ തന്നെ ആയിരിക്കും പറഞ്ഞാൽ നീ അവിടെ നിന്നോ, അങ്ങനെ ആയിക്കൂടെ, ചിലപ്പോൾ വേണമെങ്കിൽ പറയട്ടെ. പിന്നെ അവരെന്താ ആൻസർ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചില ആൾക്കാർക്ക് മനസ്സിലാവും. ചില ആൾക്കാർ ഫോണിനോട് ഭയങ്കര അങ്ങ് അഡിക്റ്റഡ് ആവത്തില്ല. ഈ കുഞ്ഞൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അതൊരു അഡിക്റ്റഡ് ആയിരിക്കും. പക്ഷെ കുഞ്ഞ് വന്നു കഴിയുമ്പം കുഞ്ഞിൻ്റെ ഓരോരോ കാര്യങ്ങൾ കാണും. ആ പ്രസവിച്ച പെൺകുട്ടിയിലുണ്ടാകുന്ന പലതരത്തിലുള്ള മൂഡ് ചേഞ്ചസ് കാണും. അപ്പം അതിലൊക്കെ ഈ പറയുന്ന ഫേസ് ചെയ്യേണ്ട കുറേയധികം കാര്യങ്ങൾ വരുന്നുണ്ട്. അതെല്ലാം എടുത്ത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് എല്ലാ ആൾക്കാരുടെ ജീവിതത്തിലും പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ പോസിറ്റീവായിട്ടുള്ള മുഹൂർത്തങ്ങൾ മാത്രം ഉണ്ടാക്കി, അല്ലെങ്കിൽ അത് മാത്രമാണ് പുറത്തേക്ക് കാണിക്കുന്നത്. എല്ലായിടത്തും പ്രശ്നമുണ്ടെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഇടയിൽ പ്രസവിച്ച് വരുന്ന ഒരു പെൺകുട്ടി അമ്മ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഊഹിക്കാൻ പറ്റും എന്തൊക്കെ തരത്തിലുള്ള കൊച്ചിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഇറിറ്റേഷൻ, നേരെ ഈ പറയുന്ന ഉറങ്ങാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഉള്ള പ്രശ്നങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിനിടയിൽ നടക്കുക. അപ്പോൾ അതിലെല്ലാം നിൽക്കേണ്ടത് ഈ പറയുന്ന ഭർത്താവായിട്ടുള്ള വ്യക്തിയാണ്. പല കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ ഫോൺ നേരെ ചൊവ്വേ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അവർക്ക് ഇതിനകത്ത് നിന്നാണ് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ ഇടാതെ അവർക്ക് വേറെ വഴിയില്ല. സ്വാഭാവികമായിട്ടും വീഡിയോ ഇട്ട് തീർക്കുന്ന ഒരു സംഭവമായിരിക്കും അവർ ചെയ്തു പോകുന്നത്. അപ്പം അതിനിടയിൽ കമൻറ്റിന് ചിലപ്പോൾ റിപ്ലൈ കൊടുക്കാതിരിക്കുന്നതാവാം എന്ന് ഞാനങ്ങ് വിചാരിക്കുകയാണ്, അസ്യൂം ചെയ്യുവാണ്. അത് ഈ പറയുന്ന കണക്ക് അങ്ങനെയാവാം. മറ്റേത് അവർ ഫാമിലി ആയിട്ട് ഇവിടുന്ന് പോകണവരെ അവർക്കും ഒരു ഇൻകം വേണമല്ലോ കൃത്യമായിട്ട്. അപ്പം ഇവർ ഇത്രയും ഇതായിട്ട് നിൽക്കുന്ന ആൾക്കാരോട് ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് പെട്ടെന്ന് തന്നെ കൊച്ചൂർ ചാനൽ തുടങ്ങിയപ്പോൾ നമ്മൾ തന്നെ കണ്ടു ഒറ്റ അടിക്കാണ് 2 ലക്ഷത്തിനടുത്ത് എന്തോ ആവാൻ പോകുക. ഞാൻ കഴിഞ്ഞോന്ന് അറിയത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയും വരുമാനം കിട്ടുമ്പോഴത്തേക്ക് അവിടെയും സേഫായി തുടങ്ങി. അപ്പം യൂട്യൂബിൽ ഈ വീഡിയോസ് ചെയ്യുന്നൊരു ചാനൽ തുടങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ട്? അവരുടെ നിലനിൽപ്പിന് വേണ്ടി തന്നെയാണ്. ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം, എല്ലാവരുടെയും ലക്ഷ്യം അത് തന്നെയാണ്. അപ്പം അങ്ങനെ ആവാം. ഇനി ഒരുപക്ഷെ ഈ പറഞ്ഞ 28 കെട്ടിനായിരിക്കും അവർ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോഴും ഒരു പ്രശ്നമില്ലെന്നുള്ള തരത്തിൽ അവർ പറയാനുള്ള സാധ്യത ഉണ്ടായിരിക്കാം. ഇതായിരിക്കും നടക്കുന്നത്. ഇതിലപ്പുറത്തേക്ക് ചില ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. നാട്ടുകാരാണ്, ഞാൻ തൊട്ടടുത്തുള്ളതാണ്, അതിൽ നിങ്ങൾ വിചാരിക്കുന്നതാണെങ്കിൽ പ്രവീൺ ഭയങ്കര പോസിറ്റീവ് വൈബുള്ള വ്യക്തിയും പ്രണവ് ഭയങ്കര, അതായത് കൊച്ചു ഭയങ്കര ജാടയുള്ള വ്യക്തിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനല്ല. അവർ വീട്ടിലെന്തോ വഴക്ക് നടന്നിരുന്നു. ആ വഴക്ക് നടന്നതിൻ്റെ ഫലമായിട്ട് പൈസ ഒരാളുടെ അക്കൗണ്ടിലാണ് വരുന്നത്. അപ്പോൾ അതിനെ തൊല്ലി ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടായി. അങ്ങനെ മൃദുലയും പ്രവീണും അവിടെ നിന്ന് ഇറങ്ങിയാണ് ചെയ്തത്. പിന്നെ കൊച്ചുമാണ് യഥാർത്ഥത്തിൽ എല്ലായിടത്തും കുറച്ചെങ്കിലും മിണ്ടുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ, വെളിയിലോട്ട് ഇറങ്ങിയാലും പാവം. ഇങ്ങനെ കുറേ കമൻറ്റുകൾ വരുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുകയാണെങ്കിൽ ഇവർ പോസിറ്റീവ് മാത്രം, ഹേറ്റേഴ്സ് ഇല്ല എന്നുള്ളത് ഒരുപാട് പേര് പറഞ്ഞു. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് തന്നെ ഒരു ഇഷ്ടക്കേട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കീർത്തന എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ചെയ്യുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ഡാൻസർ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആ പെൺകുട്ടിയായിട്ടുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ആ പെൺകുട്ടിയായിട്ടുള്ള ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കല്യാണത്തിന് വിളിക്കാതിരുന്ന അവരുടെ കൂട്ടുകാരെ മൊത്തത്തിൽ ഒഴിവാക്കുക, ആ ഒരു സംഭവം വന്നപ്പോൾ എനിക്ക് സത്യത്തിൽ നെഗറ്റീവ് അടിച്ചൊരു കാര്യമാണ്. അതെന്തിനാ അങ്ങനെ ചെയ്തതെന്നൊരു സംഭവം, എല്ലാവരും ഒന്ന് ഒഴിവാക്കി, അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഇതിനകത്തിപ്പം
ഈ പറയുന്ന കണക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന രീതിക്ക് ഞാനെടുത്ത് ചെയ്തൊരു സംഭവമല്ല. അങ്ങനെയാണെങ്കിൽ ഇതിൽ കൂടുതൽ പറയേണ്ടി വരും, പല രീതിക്കും പറയേണ്ടി വരും. ഞാനിപ്പം ഞാൻ പറയില്ല, ആസ് എ സബ്സ്ക്രൈബർ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഈ പോസിറ്റീവിലൂടെ ഞാൻ ചിന്തിക്കാനും പറയാനും ശ്രമിച്ചതെന്ന് പറയുന്നത്.